ഇന്ന് രാവിലെ ഞാൻ ഈ ഒരുങ്ങി പോകുന്നത് നമ്മുടെ സച്ചുവിന്റെ റിസപ്ഷന് ഗുരുവായൂരിലോട്ടാണ്. നമ്മുടെ വീട്ടിലെ എല്ലാവരോടും ഒരുങ്ങി ഒരു വണ്ടിയിൽ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ വണ്ടി പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നറിയുമോ, എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയാ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ചൂസ് ചെയ്തത് ട്രെയിനാണ്. കോട്ടയത്തു നിന്ന് ലിനുവും ജൂനിയായി നമ്മൾ കയറിയ സെയിം ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഉച്ചയ്ക്ക് തൃശ്ശൂരിലോട്ടുള്ള ട്രെയിൻ കയറിയപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടുകാരെല്ലാരും പോയ വണ്ടിയിൽ മുമ്പേ നമ്മൾ അവിടെ എത്തുമല്ലോ എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഹാപ്പിനെസ് കാരണം നമുക്കൊരു പണി കിട്ടിട്ടോ. തൃപ്പൂണിത്തുറയില് 2 മണിക്കൂർ ട്രെയിൻ അങ്ങ് പിടിച്ചിട്ടു. എന്താല്ലേ ഇത്താന്റെ റിസപ്ഷനും ട്രെയിൻ പിടിച്ചിടാൻ പറ്റിയ നേരവും. എങ്ങനെയൊക്കെ മുക്കി മുളി നമ്മൾ ലാസ്റ്റ് തൃശ്ശൂർ എത്തിട്ടോ. തൃശ്ശൂർ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് കിട്ടി. അവിടുന്ന് അങ്ങോട്ടുള്ള ബസ് തപ്പി നമ്മുടെ വീണ്ടും ഒരു 1/2 മണിക്കൂറൂടെ പോയി. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്ന അവസ്ഥ. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത റിസപ്ഷന് നമ്മുടെ കുടുംബക്കാരെല്ലാവരോടും ഒരു 6:30 ആയപ്പോ അവിടെ എത്തിട്ടോ. എന്നാൽ ഞങ്ങൾ എത്തിയത് കറക്റ്റ് 9:30 ആയപ്പോഴത്തേക്കിന്. നമ്മൾ വരാതെ കേക്ക് കെട്ടിയില്ലെന്ന് പറഞ്ഞ് ഫസ്ന ബാബി ഒരേ നിർബന്ധമായിരുന്നു. എന്നാൽ നമ്മുടെ അമ്മയ്ക്ക് ഇതുവല്ലോ മനസ്സിലാകണ്ടേ. 2 മണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മി എവിടെ വിശ്വസിക്കാൻ. അങ്ങനെ ചെന്നപ്പോ തന്നെ അമ്മയുടെ മുഖം കുത്തിവീർത്തിരിക്കുന്നതാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷൻ മൊത്തത്തിൽ റാഹത്തായി. പിന്നെ ഉള്ളത് എന്താ, ഫുഡിങ് അല്ലേ. രാവിലെ നമ്മൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചതാ. പിന്നെ നമ്മൾ കഴിക്കുന്നത് ഈ ഫംഗ്ഷനിലാട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഫൈച്ചു ബേബി ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമിന്റെ സെക്ഷനിലോട്ട് പോയിട്ട് അതിൽ നിന്നെല്ലാം ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. പെണ്ണിനെ ചെറുക്കനെ കാറിൽ കയറ്റി വിട്ടപ്പോഴത്തേക്കിന് നമ്മുടെ ഫംഗ്ഷൻ മൊത്തത്തിൽ റാഹത്തായിട്ടോ. നമ്മുടെ ഓരോ ഡേയും ഓരോ മെമ്മറിയാണ്. ഇന്നത്തെ ഡേ നമ്മൾ ബസ് സ്കിപ്പ് ചെയ്ത് ട്രെയിൻ വരാൻ നേരത്ത് ഇതുപോലൊരു മെമ്മറി നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നു ഒരിക്കലും ഓർത്തില്ല കേട്ടോ. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസവും എന്റെ വ്ലോഗിലും എന്റെ മൈൻഡിലും ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.